ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമാലേഖനത്തിലൂടെയുള്ള നമ്മുടെ തുടർമാനമായുള്ള പഠനത്തിന്റെ 5-ാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്കു പറയുന്നവർ എന്നേ വരൂ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളും അല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിക്കുവാൻ ബദ്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ആമേൻ. അതാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗം. ആമുഖമായിട്ട് ചില ചിന്തകൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ആ വേദഭാഗത്തിലേക്ക് കടക്കുന്നതായിരിക്കും. എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ റോമാലേഖനത്തിലൂടെയുള്ള വളരെ ഗഹനമായ ഒരു പഠനമല്ലിത്. മൊത്തചിത്രം നിങ്ങളെ ഒന്ന് വെളിപ്പെടുത്തി സുവിശേഷ സത്യങ്ങളുടെ ഒരു ചിട്ടയായുള്ള ഒരു പഠനം, ഇതിന്റെ ഒരു ആമുഖം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു പഠനം നടത്തുക എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ കർത്താവിൽ ശരണപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നത്. ഈ മൊത്തചിത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതുപോലെ പാപം എന്ന വിഷയമാണ് നമ്മൾ ഇന്നാളുകളിൽ ഈ ലേഖനത്തിൽ നിന്ന് പഠിക്കുന്നത്. 1:18 ആരംഭിച്ച് 3:20 അവസാനിക്കുന്ന സുവിശേഷത്തെക്കുറിച്ചുള്ള ചിട്ടയായ പഠനത്തിലെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ന് അതിൻ്റെ അവസാനം നമ്മൾ കാണുകയും ചെയ്യും. ഈ പാപം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ സുവിശേഷം എന്താണെന്ന് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് അതിൻ്റെ പര്യവസാനം നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. സകല മനുഷ്യർക്കും സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തലൻ പാപം എന്ന വിഷയം കൈകാര്യം ചെയ്യുവാൻ തുടങ്ങിയത്. അവിടെ തന്നെ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ ലൗകികന്മാരായ വ്യക്തികളെക്കുറിച്ച്, അവരെന്തുകൊണ്ട് പാപികളാണ്, അവർക്ക് തിരുവെഴുത്തുകളൊന്നും കിട്ടിയിട്ടില്ല, അവർ ജാതീയരാണ്, പക്ഷെ അവർക്ക് സൃഷ്ടിയിലൂടെ ഒരു വെളിപ്പാട് കിട്ടിയിട്ട് പോലും അവർ ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുകയോ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയോ കൊടുത്തില്ല. അങ്ങനെ അവർ പാപികളാണ് നമ്മൾ കണ്ടു. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു മതബോധമുള്ള, ലൗകികരല്ല, മതബോധമുള്ള സ്വയനീതിക്കാരനും പാപികളാണ്. 2-ാം അധ്യായത്തിൽ പിന്നീട് നമ്മൾ കണ്ടു വിശേഷാൽ യഹൂദനും ന്യായപ്രമാണമൊക്കെ കിട്ടിയെങ്കിലും പരിച്ഛേദനയൊക്കെ ലഭിച്ചെങ്കിലും നല്ല പിതൃപാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും യഹൂദനും രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഘടമായിട്ടുള്ളൊരു നീതി പ്രാപിച്ചെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള മനുഷ്യരായാലും രക്ഷിക്കപ്പെടുവാൻ അവർക്ക് സുവിശേഷം അത്യാവശ്യമാണെന്നാണ് ഇതുവരെ നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാവരും ദൈവം മുൻപാകെ പാപികളും കുറ്റക്കാരുമാണെന്നാണ് അപ്പോസ്തലൻ ഒന്നാമതായിട്ട് ഈ ലേഖനത്തിൽ തെളിയിക്കുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർമാനമായിട്ട് യഹൂദനും രക്ഷിക്കപ്പെടേണ്ട ആവശ്യകത ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉളവാകാം. എന്നാൽ പിന്നെ എന്തുവാ യഹൂദർക്ക് ഇത്ര വലിയ പ്രത്യേകത എന്നൊരു ചോദ്യം വരും. കാരണം
യഹൂദനും ജാതീയനും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യർ സൃഷ്ടിച്ചതല്ല, അത് ദൈവവചനത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. അങ്ങനെ ദൈവത്താൽ ഉളവാക്കിയ ഒരു പ്രത്യേക സ്ഥാനം യഹൂദനുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ അപ്പോസ്തലൻ പറയുന്നത്? യഹൂദനും വ്യത്യാസമൊന്നുമില്ല, യഹൂദനും രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു വിശ്വസിക്കണം, യഹൂദനും ജാതീയനെ പോലെ പാപിയൊക്കെയാണ്. അപ്പൊ പിന്നെ എന്തുവാ ഈ യഹൂദനുള്ള പ്രത്യേകത എന്നൊരു ചോദ്യം യഹൂദ വായനക്കാർക്കോ അല്ലെങ്കിൽ വചനം അറിയാവുന്നവർക്കോ വരാം. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വേദഭാഗം ആരംഭിക്കുന്നത്. ഈ വേദഭാഗത്തിൽ 2 പ്രധാന വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ യഹൂദന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. രണ്ടാമതായിട്ട് ഈ 1:18 മുതൽ ആരംഭിച്ച സകല മനുഷ്യരും പാപികളാണെന്ന് പറയുന്ന വിഷയത്തിന്റെ ഒരു പര്യവസാനവും നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൽ കാണുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഈ 2 വിഷയങ്ങളും ഈ വേദഭാഗത്തിൽ നിന്ന് പഠിക്കാം. നമ്മുടെ പഠന രീതി എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആദ്യം നമ്മൾ വേദഭാഗം പഠിച്ചതിനു ശേഷം ഇവിടെയുള്ള ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ വെളിച്ചത്തിലാണ് പ്രായോഗിക ഉപയോഗങ്ങൾ നമ്മൾ പ്രസ്താവിക്കുവാനായിട്ട് പോകുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സുവിശേഷത്തിനെതിരെ യഹൂദരിൽ നിന്ന് ഉയരാൻ സാധ്യതയുള്ള എതിർപ്പുകൾ അപ്പോസ്തലൻ തന്നെ ചോദ്യങ്ങളായിട്ട് ചോദിച്ച് അതിനുള്ള മറുപടി നൽകുകയാണ്. ഉയരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മുന്നമേ അപ്പോസ്തലൻ തന്നെ ചോദിച്ചതിന് ഉത്തരം പറയുകയാണ്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യം വരാം, അത് ഞാൻ തന്നെ ചോദിച്ച് അതിന് ഞാൻ തന്നെ ഉത്തരം പറയുമ്പോൾ എൻ്റെ വാദം എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്റെ വാദമല്ല, ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വാദം എത്രമാത്രം സത്യമാണെന്ന് നിങ്ങൾ കൂടുതൽ അത് മനസ്സിലാക്കുവാനും നിങ്ങളുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാനും ഇടയാകുമെന്നാണ് അപ്പോസ്തലൻ ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 ചോദ്യങ്ങൾ അങ്ങനെ അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് ചോദിച്ചതിന് ഉത്തരം പറയുന്നുണ്ട്. ഇത് റോമാലേഖനത്തിലെ പ്രയാസമുള്ള വേദഭാഗങ്ങളിൽ ഒന്നാണ്. മനസ്സിലാക്കുവാൻ അത്ര എളുപ്പമല്ലാത്ത ഒരു വേദഭാഗമാണ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിലും രീതിയിലും ഞാൻ എൻ്റെ പരമാവധി കഴിവിൽ ഞാൻ ശ്രമിക്കാം, ദൈവ സഹായത്താൽ ശ്രമിക്കാം. റോമാലേഖനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ പഠിക്കുമ്പോഴും വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് നിങ്ങൾ എൻ്റെ കൂടെ ധ്യാനിക്കണം. ധ്യാനിച്ചെങ്കിൽ മാത്രമേ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുകയുള്ളൂ. സംഭവ കഥകൾ തിരുവെഴുത്തുകളിലുണ്ട്, അതൊക്കെ ചുമ്മാ കേട്ടിരുന്നാൽ മതി കഥ. പക്ഷെ സംഭവ കഥകളും വെറും കഥയല്ല. പക്ഷെ ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുന്ന ലേഖനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് പറയുന്നത് എന്താണെന്ന് ധ്യാനിക്കണം, ചിന്തിക്കുന്നവരാകണം. പൊതുവെ ചിന്തയില്ലാത്തവരാണ് നമ്മൾ മനുഷ്യർ. നമുക്കങ്ങനെ വലിയ കുത്തിയിരുന്ന് ചിന്തിക്കാനൊന്നും വലിയ ഇഷ്ടമില്ലാത്തവരാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് ബൈബിൾ എടുത്ത് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചില സഭകളിലുള്ളവർക്കൊന്നും ഇതൊക്കെ വളരെ എന്തോ ഈ പറയുന്നത്, ചിന്തിക്കാനോ? എന്തെങ്കിലും ഒരു വാക്യം എടുക്കുക, ഇങ്ങനെ ബൈബിൾ മറിക്കുമ്പോൾ ഒരു വാക്യം കിട്ടുന്നു, അത് ഇന്നത്തെ അനുഗ്രഹ വാക്യമാകുക, ഇങ്ങനത്തെയൊക്കെ തല്ലിപ്പൊളി രീതികളിലേ നമ്മൾ ബൈബിൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ബൈബിൾ എടുത്ത് ഓരോ വാക്യം വെച്ച് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക, ഒരു കേട്ടുകേൾവില്ലാത്ത വിഷയമായിട്ട് നമുക്ക് തോന്നും, നമുക്ക് അപരിചിതമായ ഒരു വിഷയമായിട്ട് തോന്നും. പക്ഷേ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടെ ചിന്തിക്കണം, കൂടെ ധ്യാനിക്കണം, എങ്കിലേ മനസ്സിലാവുകയുള്ളൂ. ലേഖനങ്ങൾ പഠിച്ചാലേ ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനം ഉണ്ടാവുകയുള്ളൂ. ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കിയാലേ ഈ പറയുന്ന സംഭവ കഥകൾ പോലും, ഇപ്പൊ സുവിശേഷമായാലും അപ്പോസ്തല പ്രവർത്തികൾ, ഈ സംഭവ കഥകളും നേരെ ചൊവ്വേ നമ്മൾ വ്യാഖ്യാനിക്കണമെങ്കിൽ ഉപദേശം അറിയണം. അപ്പൊ എല്ലാ രീതിയിലും ഗുണകരമായ ഒന്നാണ് ഉപദേശം പഠിക്കുക. പക്ഷെ ഉപദേശങ്ങൾ ലേഖനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ലേഖനങ്ങൾ പഠിക്കണമെങ്കിൽ കൂടെ ധ്യാനിക്കണം. നിങ്ങൾ ധ്യാനിക്കുന്നവരാണേലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വേദഭാഗം, വളരെ പ്രയാസമുള്ള ഈ വേദഭാഗം എൻ്റെ പരമാവധി കഴിവിലും ദൈവത്തിൽ ആശ്രയിച്ചും ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നിങ്ങൾ കൂടെ ധ്യാനിച്ചില്ലേ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ ധ്യാനിക്കണം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ യഹൂദന്മാർക്ക് ഉളവാകുന്ന 4 ചോദ്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. യഹൂദന് ന്യായപ്രമാണം ഉള്ളത് കൊണ്ടോ, പരിച്ഛേദന കഴിച്ചത് കൊണ്ടോ, അവർക്ക് പിതൃപാരമ്പര്യമുള്ളത് കൊണ്ടോ ഒന്നും അവർക്ക് നീതീകരണം ലഭിക്കുകയില്ല. അവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള സത്യം കണ്ട് നമ്മൾ നിർത്തി. അപ്പൊ 3-ാം അധ്യായം തുടങ്ങുന്നത്, അങ്ങനെയെങ്കിൽ പിന്നെ യഹൂദൻ എന്തെങ്കിലും വിശേഷതയുണ്ടോ? അങ്ങനൊരു ചോദ്യം ചോദിക്കാം. അതിനുള്ള അപ്പോസ്തലന്റെ മറുപടിയാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ദൈവമുൻപാകെ യഹൂദന്മാരും ജാതികളും ഒരുപോലെ കുറ്റക്കാരാണെങ്കിൽ പിന്നെ യഹൂദനാകുന്നതിൽ എന്താണ് നേട്ടം? പരിച്ഛേദന ഏൽക്കുന്നതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, വിശേഷതയുണ്ടോ? അല്ലെ? അപ്പൊ അപ്പോസ്തലൻ ഈ 4 ചോദ്യങ്ങളിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും
ഈ ചോദ്യകർത്താവിനോട് താൻ എന്നാണ് മറുപടി പറയുന്നത്. അതിനോട് താൻ സമ്മതിക്കുകയാണ്. ശരിയാണ്, ഈ ചോദ്യം ശരിയാണെന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള 3ഉം 4ഉം ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് അപ്പോസ്തലൻ എതിർക്കാൻ പോകുന്നത്, താൻ വിസമ്മതിക്കാൻ പോകുന്നത്. അല്ലല്ല, ആ പറഞ്ഞത് ശരിയല്ല. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉത്തരം ഉണ്ട്, അല്ലെ? സകല വിധത്തിലും വളരെ ഉണ്ട്. പക്ഷെ അത് യഹൂദൻ വിചാരിക്കുന്നത് പോലെ ഞാൻ യഹൂദനാണല്ലോ, അപ്പൊ പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടോളും എന്നുള്ളതല്ല പ്രത്യേകത. പക്ഷെ പ്രത്യേകതയുണ്ടോ, നേട്ടമുണ്ടോ? ഉണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നുണ്ടോ? ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. അവന് ദൈവവചനം കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു പദവിയാണ്, അതൊരു വലിയ പ്രത്യേകതയാണ്, അതൊരു വലിയ വിശേഷതയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, നാമധേയ വിശ്വാസികൾ ജനിച്ചപ്പോൾ മുതൽ ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ചു വളർന്നവർ, അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. അവർ ജനിച്ചപ്പോൾ മുതൽ ദൈവവചനം കേട്ട് വളർന്നവരാണ്. അത് പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ ദൈവവചനം ജനിച്ച നാൾ മുതൽ കേൾക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്, അതൊരു വലിയ പദവിയാണ്, അതൊരു വലിയ ഒരു നേട്ടം തന്നെയാണ്, അല്ലേ? ഇനി ഒന്നാമതെന്ന് പറഞ്ഞിട്ട് പിന്നൊന്നും പറയുന്നില്ല. ബാക്കിയുള്ള യഹൂദന്റെ പ്രത്യേകത അല്ലെ വിശേഷതകൾ 9-ാം അധ്യായത്തിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ പറയുന്നുണ്ട്, അവരുടെയാണ് പിതാക്കന്മാർ, അവരുടെയാണ് ഉടമ്പടികൾ. അങ്ങനെ അത് നമ്മൾ 9-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ കാണും. എന്തായാലും ഏറ്റവും കാതലായ വിശേഷത ദൈവവചനം ലഭിച്ചവനാണ്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. നിങ്ങൾക്ക് ദൈവവചനം ലഭിച്ചിരിക്കുന്നു. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന് അപ്പോസ്തലൻ പറയുന്നത്, ശരിക്കും അല്ല, യഹൂദൻ എന്താ പറയുക, അവന് വിശേഷതകളൊന്നും ഇല്ലാത്തവനൊന്നും അല്ല. യഹൂദനായിരിക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് ദൈവവചനം മറ്റൊരു ജാതിക്കും ഇല്ലായിരുന്നപ്പോൾ ദൈവം വെളിച്ചം പകർന്നു തന്നു. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. അപ്പോ രണ്ടാമതൊരു ചോദ്യം വരും, ഈ ദൈവവചനം യഹൂദൻ വിശ്വസിച്ചോ? എല്ലാവരും വിശ്വസിച്ചില്ല, അല്ലെ? യേശുക്രിസ്തു അവരുടെ വാക്തത്വ പുരുഷനായിട്ട്, മശിഹയായിട്ട് ഈ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന രീതിയിൽ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു, ക്രൂശിക്കുക, തള്ളിക്കളഞ്ഞു. അപ്പൊ അവർ വിശ്വസിച്ചില്ലല്ലോ, അല്ലെ? പക്ഷേ ചോദ്യം അതല്ല. ചിലർ വിശ്വസിച്ചില്ല എന്ന് വെച്ച് അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? അപ്പോ പൗലോസിനോട് ഈ സംഭാഷണം നടത്തുന്ന യഹൂദൻ ചോദിക്കുകയാണ്, സത്യം തന്നെ കുറച്ചു പേർ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു, അത് നിമിത്തം ക്രൂശിക്കപ്പെട്ടു, ഒക്കെ ശരി തന്നെ. കുറച്ചുപേർ അവിശ്വസ്തത കാണിച്ചതുകൊണ്ട് മൊത്തം ദേശത്തോട്, മൊത്തം ഇസ്രായേൽ ദേശത്തോട് ദൈവം തന്റെ ഉടമ്പടി വാക്തത്വങ്ങളുടെ വെളിച്ചത്തിൽ താൻ അവരോട് കൽപ്പിച്ച തന്റെ വിശ്വസ്തതയിൽ നിന്ന് നീങ്ങിപ്പോകുമോ, വാക്കുമാറുമോ എന്നാണ് ചോദ്യം. അപ്പൊ അവിടെയും പൗലോസിന്റെ മറുപടിയും 4 ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു നാളുമല്ല, അല്ലെ? ഒരു നാളും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല എന്ന് മാത്രമല്ല, സത്യവാൻ സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ മറുപടി ഇതാണ്, അതേ, ദൈവത്തിന്റെ വാക്തത്വങ്ങളിൽ നിന്ന് ദൈവം ഒരു നാളും മാറുകയില്ല. അബ്രഹാമിന് കൊടുത്ത ഉടമ്പടിയും ദാവീദിന് കൊടുത്ത ഉടമ്പടിയും പുതിയ ഉടമ്പടിയുടെയൊക്കെ വെളിച്ചത്തിൽ ഇസ്രായേലിനോട് ദൈവം വിശ്വസ്തനായി തന്നെ ഇരിക്കും. അവിടെ കുറച്ചുപേരുടെ അവിശ്വസ്തത നിമിത്തമൊന്നും ആ ഉടമ്പടികളൊന്നും നീങ്ങിപ്പോയിട്ടില്ല. എന്നാൽ പിന്നെ ഇസ്രായേൽ പോട്ടെ. ഇത് റോമർ 11 നമ്മൾ കടന്നു വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്ന കാര്യമാണ്, ദൈവം തെരഞ്ഞെടുത്ത ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. അല്പകാലത്തേക്ക് അവർക്ക് ഹൃദയകാഠിന്യം വന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പോ ദൈവത്തിന്റെ വാക്തത്വങ്ങളിൽ നിന്ന് ദൈവം ഒരു നാളും മാറുകയില്ല എന്ന് മാത്രമല്ല, ചിലരുടെ അവിശ്വാസമല്ല, ഇനി മൊത്തം മനുഷ്യരും നുണയന്മാരായാൽ, അതാണ് 4ന്റെ അവസാനം, സകല മനുഷ്യരും വാക്കുപാലിക്കാത്ത നുണയന്മാരായാലും ദൈവം സത്യവാനായിട്ടിരിക്കും. നിങ്ങൾ പറയുന്ന ചിലരുടെ അവിശ്വസ്തതയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സകല മനുഷ്യരും അവിശ്വസ്തരായാലും, മൊത്തം ഇസ്രായേലും മൊത്തം ലോകവും അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനായിരിക്കും, അല്ലെ? തന്റെ വചനത്തോട് ദൈവം എന്നും വിശ്വസ്തനായിരിക്കും. അപ്പൊ അപ്പോസ്തലൻ വീണ്ടും ചോദ്യകർത്താവിനോട് എന്താ പറയുക, സമ്മതിക്കുകയാണ്. ശരിയാണ്, നിങ്ങൾ പറയുന്നതാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു. അപ്പൊ 2 ചോദ്യങ്ങളായി. യഹൂദന് പ്രത്യേകതയുണ്ടുകൊണ്ട് അവന് വചനം കിട്ടിയവനാണ്, ദൈവവചനം പരമേൽപ്പിക്കപ്പെട്ടവനാണ്. കിട്ടിയെന്ന് മാത്രമല്ല, ദൈവവചനത്തിന്റെ എന്താ പറയുക, അതിന്റെ കാര്യവിചാരകത്വം ലഭിച്ചവനാണ്. മറ്റ് ജാതികൾക്കെല്ലാം ദൈവവചനത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാനുള്ള ശുശ്രൂഷൽ നിയോഗം ലഭിച്ചവനാണ്. 2, കുറച്ചുപേരുടെ അവിശ്വസ്തത എന്നല്ല, ഇനി എല്ലാവരും അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനായിരിക്കും, ഇസ്രായേലിനോട് വിശ്വസ്തനായിരിക്കും. ആഹാ, ഈ അടിസ്ഥാനത്തിലാണ് ഇനി തെറ്റായ കുറെ നിഗമനങ്ങളിലേക്ക് ഈ ചോദ്യകർത്താവ് പോകുന്നത്. ആഹാ, അപ്പൊ കുറച്ചുപേരുടെ അവിശ്വസ്ത നിമിത്തമൊന്നും ദൈവത്തിന് മാറ്റമൊന്നും ഇല്ലല്ലേ? എന്നാ പിന്നെ ഒരു ചോദ്യമാകാം, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും?
അപ്പൊ ഇവിടെ പറയാൻ കാരണം 4-ാം വാക്യത്തിൽ പൗലോസ് 51-ാം സങ്കീർത്തനം 4-ാം വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ചെയ്യിപ്പാനും. 51-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം നിങ്ങൾ പിന്നീട് സമയമുള്ളപ്പോൾ പോയി വായിക്കുക. ദാവീദ് അവിടെ തന്റെ പാപം ഏറ്റു പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നെ നീ വിധിക്കുമ്പോൾ നീ നീതിമാനായിരിക്കും, നീ സത്യവാനായിരിക്കും, നീ നിർമ്മലനായിരിക്കും. എന്താ പറഞ്ഞു വരുന്നേ? നമ്മൾ പാപം ഏറ്റു പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തോട് നമ്മൾ എഗ്രി ചെയ്യുകയാണ്, നമ്മൾ സമ്മതിക്കുകയാണ്. കർത്താവെ, നീ ഇത് പാപമാണെന്ന് പറയുന്നു, ഞാനും അത് ചേർന്ന് പറയുകയാണ്, ഇത് പാപം തന്നെയാണ്, അല്ലെ? അപ്പോ ദൈവം എപ്പോഴും സത്യവാനാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ദാവീദ് പറയുന്നത്, നീ എന്റെ പാപത്തെ പാപമെന്ന് വിളിക്കുമ്പോൾ ഞാനും അതിനെ പാപമായി വിളിക്കുന്നു. അങ്ങനെ നിന്റെ വാക്കുകളിൽ നീ നീതിമാനായിട്ട് വെളിപ്പെടും, അല്ലെ? അപ്പോ ദാവീദ് അവിശ്വസ്തനായപ്പോൾ പോലും ദൈവം നീതിമാനായിരിക്കുന്നു എന്നൊരു ധ്വനി ഈ വാക്യത്തിലുണ്ട്. അതാണ് അപ്പോസ്തലൻ കടമെടുത്ത് ഇവിടെ പറയുന്നത്. ദൈവം തന്റെ പ്രവർത്തികളെ പാപമായി വിധിക്കുമ്പോൾ ദൈവം ശരിയാണെന്ന് ദാവീദ് പറയുകയാണ്. ദൈവം ശരിയായത് കൊണ്ട് തന്നെ ദൈവം പാപം എന്ന് പറയുന്നത് ഞാനും പാപമാണെന്ന് വിളിക്കും. അതായിരുന്നു ആ പഴയ നിയമ വേദഭാഗത്തിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ യഹൂദൻ ഇത് കേട്ടേച്ച്, അത് കൊള്ളാലോ, ദാവീദ് അവിശ്വസ്തനാണേലും ദൈവം വിശ്വസ്തനാണ്. നീ പൗലോസ് അത് കടത്തി പറയുകയാണ്, മൊത്തം ലോകം അവിശ്വസ്തത കാണിച്ചാലും അനുസരണക്കേടി പോയാലും ദൈവം വിശ്വസ്തനാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പാപം നിമിത്തം ദൈവത്തിന്റെ സത്യസന്ധത മഹത്വീകരിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ പാപം നല്ലതല്ലേ, അല്ലെ? പാപത്തിന്റെ പേരിൽ എന്നെ എന്തിനു വിധിക്കണം? കാരണം ഇത് ദൈവനാമ മഹത്വത്തിനായിട്ട് സംഭവിക്കുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പാപം പോലും ദൈവത്തിന്റെ നീതിയെ മഹത്വീകരിക്കുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ പാപങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെടണം? നല്ല കാര്യമല്ലേ? ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്ന വിഷയമാണ് എന്റെ പാപമെങ്കിൽ പിന്നെ പാപം നല്ല കാര്യമല്ലേ? അവിടെയാണ് പൗലോസ് ഈ ചോദ്യകർത്താവിനോട് ഒന്ന് വിസമ്മതിക്കാൻ പോകുന്നത്. അത് തെറ്റ്, ഇത്രയും നേരം നീ ചോദിച്ച ചോദ്യമൊക്കെ കൊള്ളായിരുന്നു, ഇനിയിപ്പം ഉഡായിപ്പ് വിദ്യയാണ്, വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ചില നിഗമനങ്ങളിലേക്കൊക്കെ താൻ നീങ്ങുകയാണ്. ദാവീദിന്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദാവീദ് ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കി, എന്നാ പിന്നെ പാപം ദൈവത്തെ പ്രസിദ്ധമാക്കും. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ പാപങ്ങളെ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലൊന്നും വലിയ വിധിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ യഹൂദൻ ദൈവന്യായ വിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നുള്ളൊരു ധ്വനിയാണ് ഈ ചോദ്യകർത്താവ് ഇവിടെ പറയുന്നത്. അതിന് പൗലോസിന്റെ മറുപടി, ഒരു നാളുമില്ല. ദൈവം അനീതി പ്രവർത്തിക്കുന്നവനാണോ? ഒരു നാളുമല്ല, അല്ലെ? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നാണോ? ഒരു നാളുമല്ല. അനീതി പ്രവർത്തിച്ചൊന്നും ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അനീതിയുള്ളൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് അനീതിയുടെ ഒന്നും ആവശ്യമില്ല ദൈവനാമ മഹത്വത്തിനായിട്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അനീതി വെച്ച് പൊറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ലൈസൻസ് കണ്ടുപിടുത്തങ്ങളാണ്. ചില ഒഴിവുകഴിവുകളൊക്കെ, എന്റെ അനീതി പോലും ദൈവത്തിന്റെ നീതിയെ പ്രകീർത്തിക്കുന്നെങ്കിൽ ദൈവത്തിനൊരു കുഴപ്പമില്ല, അനീതി പ്രവർത്തിച്ചോ എന്ന് പറയുന്ന ദൈവമാ. അത് അനീതിയുള്ളൊരു ദൈവമേ അനീതി പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കത്തുള്ളൂ. അതല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. ഇത് ഈ ചോദ്യകർത്താവ് കുഴപ്പിക്കുകയാണ്. അവന്റെ ചോദ്യത്തിന്റെ അടിസ്ഥാനമൊക്കെ കൊള്ളായിരുന്നു. യഹൂദനോട് ദൈവത്തിന് കൃപയില്ലേ, വാഗ്ദത്തമില്ലേ, ഉടമ്പടിയില്ലേ? അതൊക്കെ ശരി തന്നെ. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ അവിശ്വാസം കാണിക്കുമ്പോൾ പോലും വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണെങ്കിൽ എന്റെ അവിശ്വാസം നിമിത്തമല്ലേ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഇത്രയും വലിയ മഹത്വം വെളിപ്പെട്ട് വരുന്നത്? അപ്പൊ പിന്നെ അവിശ്വാസം ഒന്നും കുഴപ്പമില്ല എന്ന് സാധൂകരിക്കാൻ നോക്കുകയാണ്. അതാണ് അപ്പോസ്തലൻ പറയുന്നത് അല്ല. അതിനുള്ള മറുപടി 6-ാം വാക്യത്തിൽ, അങ്ങനെയെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ഇപ്പൊ ഈ യഹൂദൻ ഇതെല്ലാം പറഞ്ഞത്, ഈ ഉഡായിപ്പ് ചിന്താഗതി എല്ലാം പറഞ്ഞത് യഹൂദനെ ദൈവം വിധിക്കില്ല എന്ന് പറയാനായിരുന്നു. പക്ഷെ ഇത് പൊതുവായ ഒരു തത്വമായതുകൊണ്ട് തന്നെ ദൈവത്തിന് ആരെയും വിധിക്കുവാൻ പറ്റത്തില്ല ഇങ്ങനാണെങ്കിൽ, അല്ലെ? ഒരുവന്റെ പാപം ദൈവത്തിന്റെ നീതിയെ കൂടുതൽ പ്രകടമാക്കുന്നതിനാൽ ദൈവത്തിന് അവനെ വിധിക്കുവാൻ കഴിയില്ലെങ്കിൽ യഹൂദനെ മാത്രമല്ല ഒരു ജാതീയ പാപിയെയും ദൈവത്തിന് വിധിക്കുവാനാകില്ല. പക്ഷെ അത് യഹൂദൻ വിശ്വസിക്കുന്നില്ല. യഹൂദൻ വിശ്വസിക്കുന്നത് ഞങ്ങളെയൊക്കെ വെറുതെ വിടും, പക്ഷെ യഹൂദൻ അല്ലാത്ത ജാതികളെ എല്ലാം ദൈവം വിധിക്കുമെന്ന് തന്നെ. പക്ഷെ ആ വിശ്വാസവും ഈ നേരത്തെ പറഞ്ഞ ഉഡായിപ്പും കൂടെ ചേർന്ന് പോകത്തില്ല. അതായത് എന്റെ അനീതി നിമിത്തം, എന്റെ അവിശ്വാസം നിമിത്തം ദൈവത്തിന്റെ വിശ്വസ്തത പ്രസിദ്ധമാകുന്നത് കാരണം എന്റെ അവിശ്വാസം ഒന്നും കുഴപ്പമില്ല എന്ന് യഹൂദൻ പറയുകയാണെങ്കിൽ യഹൂദന് മാത്രമല്ല ഒരു ജാതിയേനെയും ദൈവത്തിന് പിന്നെ വിധിക്കാൻ പറ്റത്തില്ല എന്ന്. ഇങ്ങനല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഇത് ഒരു തെറ്റായ വാദമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവസാനത്തെ ചോദ്യം 7-ാമത്തെ വാക്യത്തിൽ അവന്റെ 4-ാമത്തെ ചോദ്യം വരികയാണ്, ഞാൻ നുണ പറയുമ്പോൾ ദൈവത്തിന്റെ സത്യസന്ധത മഹത്വപ്പെടുന്നുവെങ്കിൽ നുണ പറയുന്നത് ദൈവം എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? അല്ലെ?
ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നുണ പറയുകയാണ് എന്ന് പറഞ്ഞൂടെ? അങ്ങനെ അനീതി പ്രവർത്തികളെ നീതി പ്രവർത്തികളാക്കി നമുക്ക് മാറ്റിക്കൂടെ? അല്ലെ? ഞാൻ നുണ പറയുമ്പോൾ ദൈവത്തിന്റെ നീതി എങ്ങനെയും അതിലൂടെ വെളിപ്പെട്ട് വരികയാണെങ്കിൽ ദൈവം സത്യസന്ധനാണ്. കണ്ടോ, ഞാൻ നുണ പറഞ്ഞിട്ടും എന്നോട് ദൈവം സത്യസന്ധതയും ദൈവം വാഗ്ദത്തവും ഒക്കെ നിവർത്തിച്ചു തരുന്നു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ നമ്മളെ പാപി എന്നൊക്കെ ദൈവം എന്തിനാ നമ്മളെ പാപി എന്ന് വിധിക്കണം? നമ്മൾ ദൈവത്തെ സേവിക്കുന്നവരല്ലേ? അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെറ്റായ ചിന്താഗതി അത് നമ്മുടെ നാട്ടിലും ഉണ്ട്, യഹൂദന് മാത്രമല്ല നമ്മുടെ നാട്ടിലും ഉണ്ട്. എന്താണത്? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. എന്താ നമ്മുടെ ലക്ഷ്യം? ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സത്യസന്ധതയൊക്കെ പ്രദർശിക്കപ്പെടണം. എങ്ങനെയാ പ്രദർശിപ്പിക്കാമെന്ന്? അത് ഞാൻ കള്ളത്തരമൊക്കെ കാണിക്കും, ഞാൻ അവിശ്വസ്തതയിലൊക്കെ നടക്കും. അപ്പൊ എന്നോട് ദൈവം കരുണ കാണിക്കുമ്പോൾ, വിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയും വിശ്വസ്തതയൊക്കെ വളരെ പ്രസിദ്ധമാകും. അപ്പൊ ഞാൻ പാപം ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കപ്പെടും. അപ്പൊ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് പാപം ചെയ്യുന്നതെങ്കിൽ പാപം കുഴപ്പമൊന്നുമില്ല എന്നാണ് ഈ കൃപയുടെ സുവിശേഷത്തിന്റെ സത്യം കേട്ടപ്പോൾ യഹൂദൻ തെറ്റിദ്ധരിച്ച് ചോദിക്കുന്ന ചോദ്യം. ഇന്നും നമ്മുടെ നാട്ടിലും കൃപയുടെ സുവിശേഷം കേൾക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഈ തെറ്റിദ്ധാരണയൊക്കെ വരുന്നുണ്ട്. കൊള്ളാലോ, കുറെ കൂടെ പാപം ചെയ്താൽ കുറെ കൂടെ കൃപ ലഭിക്കും, കുറെ കൂടെ കൃപ പ്രകൃതി എന്താ പറയാ പ്രസിദ്ധമാകും എന്നൊക്കെ ഉള്ള ചിന്താഗതി കടന്നു വരും. അതാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. കള്ളം പറഞ്ഞും അല്ലെ, 1000 കള്ളം പറഞ്ഞും ഒരു കല്യാണം നടത്തണം. എന്തായിരുന്നു ഉദ്ദേശം? കല്യാണം നടത്തുക, വളരെ നല്ല കാര്യം. എങ്ങനെ നടത്തിയ കള്ളമൊക്കെ പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഈ ഒരു സ്വഭാവമുണ്ട്. എന്താണോ ഉദ്ദേശിച്ചത് അത് നല്ലതാണെങ്കിൽ പിന്നെ കുറച്ച് കള്ളത്തരമൊക്കെ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. കൈക്കൂലി കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 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 എന്താ പറയുക, പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാം. എത്രയോ പേരാണ്, എനിക്ക് തന്നെ അറിയാവുന്നവരുണ്ട്, വലിയ വീടും വലിയ സമുച്ചയമൊക്കെ കേട്ടുകയാണ്. ആർക്ക് വേണ്ടി? നിരാലംബർക്ക് വേണ്ടി വൃദ്ധസദനം പണിയുകയാണ്. എങ്ങനെ പണിയുന്ന? മുഴുവൻ കൈക്കൂലി കൊടുത്തിട്ടായി ചെയ്തത്. കൈക്കൂലി കൊടുത്ത് വൃദ്ധസദനം പണിഞ്ഞാൽ അത് ആതുര സേവനമാണ്, അത് സാധുക്കളെ സഹായിക്കലാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ഇന്ത്യക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു തീർന്നിരിക്കുന്ന ഒരു തത്വമാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. അപ്പോസ്തലൻ അതിനുള്ള മറുപടിയാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? അത് നല്ലതാണെങ്കിൽ മാർഗം, അത് ചെയ്തെടുക്കാനുള്ള വഴി തീയതായാലും കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പൊ അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. കൃപയുടെ സുവിശേഷം കേട്ടിട്ട് ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് അന്നത്തെ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന പൗലോസിന്റെ ഉപദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. നന്മയാണ് ഉദ്ദേശമെങ്കിൽ ചില തെറ്റായ വാദം കൂടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെ? സഭയിൽ ഒരു ആവശ്യമുണ്ട്, സ്തോത്ര കാഴ്ചയിൽ പൈസ ഇടണം. ഞാൻ പോയി അപ്പുറത്തെ വീട്ടിലെ ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തിയുടെ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചോണ്ട് വന്നിട്ട് സ്തോത്ര കാഴ്ച കിട്ടു. നല്ല പ്രവൃത്തിയാണോ? സ്തോത്ര കാഴ്ച കിട്ടു, ദൈവത്തിന് കൊടുത്തു, അല്ലെ? ഇല്ല, അത് തെറ്റാ. അങ്ങനെ അതൊന്നും കൃപയുടെ സുവിശേഷവും അല്ല, അതൊന്നും അല്ല ഇന്ന് ഈ സുവിശേഷം, അല്ലെ? അപ്പൊ അത് പറയുന്നവർ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുക എന്നുള്ളതല്ല അപ്പോസ്തലന്റെ ഉപദേശം. അതുകൊണ്ട് തന്നെ നമ്മൾ പാപം ചെയ്യുകയോ നമ്മൾ അവിശ്വാസത്തിൽ തുടരുകയോ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തത അങ്ങ് പ്രസിദ്ധമായിക്കൊള്ളും. അതുകൊണ്ട് യഹൂദനോട് ദൈവത്തിന് ഉടമ്പടി ബന്ധമുണ്ട്, അബ്രഹാമിക ഉടമ്പടി, ദാവീദിക ഉടമ്പടി, ഇവിടെ എല്ലാം ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ മക്കളും മൊത്തം അവിശ്വാസം കാണിച്ചാലും ദൈവം ഒരു നാൾ ആ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കും. അത് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ അവിശ്വാസത്തിൽ തുടർന്നാലും ദൈവം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് യഹൂദൻ ഒരിക്കലും അന്തിമ ന്യായവിധിയിൽ പെടുകയില്ല. യഹൂദനായതുകൊണ്ട് തന്നെ അവൻ രക്ഷിക്കപ്പെടും. ഇതാണ് ഈ ചോദ്യകർത്താവിന്റെ വാദം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ യഹൂദൻ രക്ഷിക്കപ്പെടാൻ യേശുക്രിസ്തുവിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, അവന് വാഗ്ദത്തങ്ങളുണ്ട്. ദൈവമാണേലോ നമ്മുടെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ചല്ല അവന്റെ വിശ്വസ്തത. അപ്പൊ പിന്നെ യഹൂദൻ രക്ഷിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ കണ്ട ചോദ്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ നോക്കിയ, യഹൂദൻ ഒരു വിശേഷതയുള്ള ജനമാണ്, ഒരു ജാതിയാണ്. രണ്ടാമത്, യഹൂദന്മാർ തന്നോട് അവിശ്വസ്തത കാണിച്ചാലും ദൈവം അവരോട് വിശ്വസ്തത പുലർത്തും. അതുകൊണ്ട് യഹൂദന്മാരുടെ വീഴ്ചകൾ ദൈവത്തിന്റെ നീതിയെ ഉയർത്തിക്കാട്ടിയതിനാൽ ദൈവം അവരെ വിധിക്കുകയില്ല. യഹൂദന്മാരുടെ പാപങ്ങൾ ദൈവമഹത്വത്തിന് സംഭാവന ചെയ്യുന്നതിനാൽ ദൈവം അവരുടെ പാപങ്ങളെ വിട്ടുകളയും. ഇതിൽ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യത്തോട് പൗലോസിന്റെ ഉത്തരം അതെ, ശരിയാണ്. യഹൂദൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി തന്നെയാണ്, വിശേഷതകൾ ഉള്ളവനാണ്. അവന്റെ അവിശ്വസ്തതയിലും ദൈവം അവനോട് വിശ്വസ്തതയുള്ളവനാണ്. ഉടമ്പടികളെല്ലാം ദൈവം പൂർത്തീകരിക്കും. പക്ഷെ 3ഉം 4ഉം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ല. നമ്മുടെ പാപം, യഹൂദന്റെ പാപം ദൈവത്തിന്റെ വിശ്വസ്തതയും ഉടമ്പടി ബന്ധത്തെയും വാഗ്ദത്തങ്ങളെയൊക്കെ പ്രസിദ്ധമാക്കുന്നത് കൊണ്ട് അവന്റെ പാപങ്ങളെ ദൈവം അങ്ങ് കണക്കിടുകയില്ല. അവനെ ന്യായവിധി ദിവസത്തിൽ
വിസ്തരിക്കുകയില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അപ്പോ തന്റെ ഉടമ്പടി ജനത്തോടുള്ള ദൈവത്തിന്റെ തുടർമാനമായ വിശ്വസ്തതയെ പൗലോസ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിനോടുള്ള തന്റെ വിശ്വസ്തത പാപികളായ യഹൂദന്മാരെ ന്യായം വിധിക്കുന്നതിൽ നിന്ന് ഒരു തരത്തിലും തടയുന്നില്ലെന്നും ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. ഇത് അല്പം പ്രയാസമുള്ള ഒരു വേദഭാഗമാണ്. ഞാൻ നിങ്ങൾ വീട്ടിൽ പോയി കൂടുതൽ ധ്യാനിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. 9 മുതൽ 20 വരെയുള്ള വേദഭാഗത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ടതെല്ലാം ഒന്ന് ഓർക്കണം. 1-ാം ഭാഗം മുതൽ നമ്മൾ കണ്ടത് ഓർക്കണം. പ്രത്യേകിച്ച് 1:18 മുതൽ. ഇനി എല്ലാ മനുഷ്യരും പാപികളാണ്, കുറ്റക്കാരാണ്, ദൈവസന്നിധിയിൽ ന്യായവിധി ദിവസം ദൈവത്താൽ അവന്റെ കോപത്തിന് പാത്രമാകുവാൻ അർഹതയുള്ളവരാണെന്നൊക്കെ പഠിപ്പിച്ച വേദഭാഗത്തിന്റെ ഒരു പര്യവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 1:18 മുതൽ ആരംഭിച്ച് 3:20 അവസാനിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാ മനുഷ്യരും പാപികളാണെന്നുള്ള സത്യാവസ്ഥ, അല്ലെ? സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണ്. അപ്പൊ 1-ൽ നമ്മൾ കണ്ടു, 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ലൗകികരായ പാപികൾ. അവർ സൃഷ്ടിയുടെ വെളിച്ചം ലഭിച്ചിട്ടും ദൈവത്തെ അംഗീകരിച്ചില്ല, ദൈവത്തെ മഹത്വീകരിച്ചില്ല, ദൈവത്തെ ആരാധിച്ചില്ല. 2-ാം അധ്യായത്തിന്റെ ആദ്യം സ്വയനീതിക്കാരൻ അവന്റെ മനസാക്ഷി അവനെ ഓർമ്മിപ്പിക്കുന്ന ന്യായപ്രമാണത്തിന്റെ വെളിച്ചത്തിലൊന്നും അവൻ നടന്നില്ല. 2-ന്റെ അവസാനം നമ്മൾ കണ്ടു യഹൂദൻ, തിരുവഴുത്തുകൾ ലഭിച്ച യഹൂദനും അതിനൊത്തവണ്ണം ഒന്നും നടന്നില്ല. അങ്ങനെ സകലരും പാപികളാണെന്നുള്ള ഈ വിഷയത്തിന്റെ പര്യവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് 9-ാം വാക്യം ആരംഭിക്കുന്നത് ആകയാൽ എന്ത്. ഇത്രയും നേരം 1:18 മുതൽ ഞാൻ പറഞ്ഞു വന്ന എല്ലാം ഒന്ന് ഉപസംഹരിക്കുവാൻ വേണ്ടി അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ആകയാൽ എന്തായിരുന്നു സന്ദേശം? എന്താണ്? എന്തെങ്കിലും വിശേഷതയുണ്ടോ? യഹൂദനോ ജാതീയനോ സ്വയനീതിക്കാരനോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ആർക്കും ഒരു പ്രതിവാദവുമില്ല. നമ്മൾ കണ്ട വാക്കാണ് പ്രതിവാദം. തിരിച്ചു പറയാൻ എന്തെങ്കിലും ഒഴിവ് കഴിവ് ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. യഹൂദനുമില്ല, ജാതീയനുമില്ല, സ്വയനീതിക്കാരനുമില്ല, ആർക്കും, ഒരു മനുഷ്യനും തിരിച്ചു ദൈവസന്നിധിയിൽ മറുപടി പറയാൻ ഒരു പ്രതിവാദവുമില്ല. അതുകൊണ്ട് ആർക്കും ഒരു വിശേഷതയുമില്ല, അശേഷം വിശേഷതയില്ല, ഒരു തുള്ളി പോലും പറയാനില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, നോക്കിയ 9-ാം വാക്യം, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചു. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. സകല മനുഷ്യരും, യഹൂദനും ജാതീയനും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു. ഈ പാപത്തിന് കീഴാകുന്നു എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും പാപം ചെയ്തു എന്നുള്ളതല്ല. അത് 3:23 നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോവുകയാണ്. സകല മനുഷ്യരും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. പാപത്തിന് കീഴാകുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ധ്വനിക്ക് അല്പം വ്യത്യാസമുണ്ട്. എന്താ അതിന്റെ അർത്ഥം? പാപത്തിന്റെ ആധിപത്യത്തിന്റെ, അതായത് പാപത്തിന്റെ ഒരു അടിമത്വത്തിന്റെ കീഴിലാണ് നമ്മളെല്ലാവരും. അത് നിമിത്തമുള്ള ശിക്ഷാവിധിയാണ് കടന്നു വരുന്നത്. നമ്മളെല്ലാം ഒരു പാപ പ്രകൃതത്തിന്റെ അധീനതയ്ക്ക് കീഴിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാപപ്രവർത്തികൾ ചെയ്തു എന്നുള്ളൊരു അർത്ഥമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപം എന്ന് പറയുന്ന ഒരു പ്രകൃതത്തിന്റെ അധീനതയിലാണ്, വീണുപോയ പാപികളാണ്. അപ്പൊ മനുഷ്യരുടെ പ്രശ്നം അവർ പാപങ്ങൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, അവരുടെ പ്രശ്നം അവർ പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വേറൊരു രീതി പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നേ? അവൻ പാപപ്രകൃതമുള്ളവനായതുകൊണ്ടാണ്. മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ തിരുവെഴുത്തുകളിലെ 1-ാമത്തെ അർത്ഥം അവൻ കുറെ പാപപ്രവർത്തികൾ ചെയ്തെന്നല്ല, അവൻ പാപിയായതുകൊണ്ടാണ് അവൻ പാപപ്രവർത്തികൾ ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ പാപപ്രവർത്തികൾ ചെയ്തത് കൊണ്ട് അവൻ പാപിയായെന്നല്ല, പാപ സ്വഭാവമുള്ളവൻ, പാപപ്രകൃതമുള്ളവനായതുകൊണ്ട് അവൻ പാപ പ്രവർത്തികൾ ചെയ്യുന്നു. അതാണ് ഇവിടെ പാപത്തിന് കീഴാകുന്നു. പാപം പ്രവർത്തിച്ചു എന്നുള്ളതല്ല, അത് പിന്നീടുള്ള, അത് അതിന്റെ അനന്തരഫലമാണ്. പാപപ്രകൃതത്തിന്റെ, അതിന്റെ അധീനത, അതിന്റെ അടിമത്വത്തിന് കീഴാകുന്നു. അപ്പോ ഇനി ഈ മനുഷ്യരെല്ലാം പാപികളാണെന്ന് തെളിയിക്കുവാൻ അവസാനമായിട്ട് ഈ ഒരു പാപം എന്ന് പറയുന്ന റോമാലേഖത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ അവസാനം പഴയ നിയമത്തിൽ നിന്നുള്ള വാക്യങ്ങളെല്ലാം കൂടെ എടുത്ത് മനുഷ്യരാശി ഒന്നടങ്കം സാർവത്രിക പാപാവസ്ഥയിലാണെന്ന് തെളിയിക്കുവാൻ പഴയ നിയമത്തിൽ നിന്ന് വാക്യങ്ങൾ ഉദ്ധരിക്കാൻ പോവുകയാണ്. 10 മുതൽ നമ്മൾ താഴോട്ടിങ്ങി വന്ന് 18 വരെയും വാക്യങ്ങളാണ് പഴയ നിയമത്തിൽ നിന്ന്. ഇതില് ഭൂരിപക്ഷവും സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള വാക്യങ്ങളാണ്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ രത്നചുരുക്കത്തിൽ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിരിക്കണം. എന്താണ്? എല്ലാ മനുഷ്യരും പാപികളാണ്. എന്താണ് അതിന്റെ അർത്ഥം? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല.
പാപപ്രകൃതമുള്ളത് കൊണ്ട് തന്നെ നീതി പ്രവർത്തിക്കുവാൻ അവന് കഴിയില്ല. അതാണ് നമ്മൾ പല പ്രാവശ്യം ഈ കഴിഞ്ഞ ആഴ്ചകളിലെയൊക്കെ പഠനത്തിൽ കണ്ടത്. പ്രവൃത്തികളാൽ മനുഷ്യന് നീതി പ്രവർത്തിച്ച് നീതിമാനാകുവാൻ കഴിയത്തില്ല. കാരണം അവന്റെ പ്രകൃതം അതിനെ സമ്മതിക്കുകയില്ല. അവൻ വീണുപോയവനാണ്, തേജസ്സറ്റുപോയവനാണ്. അതുകൊണ്ട് അവൻ നീതിമാനല്ല. ഒരുത്തൻ പോലും ഇല്ല, ഒരു വ്യക്തിയുമില്ല. ഈ 10 മുതൽ 12 വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ വാക്യങ്ങളുടെ എല്ലാം പ്രത്യേകത. നിങ്ങൾ 10 മുതൽ 12 ഒന്ന് നോക്കിയേ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. കേട്ടോ, ഇത് സാർവത്രികമാണ്, സാർവലൗകികമാണ്. ഇത് യൂണിവേഴ്സൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എല്ലാ മനുഷ്യരും, സകല വ്യക്തികളും, അല്ലെ, ഒരുത്തനും നീതിമാനില്ല, ഒരുത്തനും ഗ്രഹിക്കുന്നവനില്ല, ഒരുത്തനും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. സകലരും വഴിതെറ്റിപ്പോയി, എല്ലാവരും കൊള്ളരുതാത്തവരായി, എല്ലാവരും ഒരുപോലെ നന്മ ചെയ്യാത്തവരായി. അതാണ് പാപി. ഇനി 13 മുതൽ 18 ഇവരുടെ പ്രകൃതം ഏതൊക്കെ രീതിയിൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അവരുടെ മനോഭാവം എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. 13ഉം 14ഉം വാക്യങ്ങൾ നോക്കിയേ. അവിടെ നമ്മുടെ സംസാരമാണ് വിഷയം. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. ശവക്കുഴി പോലുള്ള തൊണ്ട, അല്ലെ, ശവക്കുഴിയിൽ നിന്ന് എന്തുമായിരിക്കും പുറത്തോട്ട് വരുന്നത്? നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെ, പുഴുത്തതും ചീഞ്ഞതും നാറിയതും, അല്ലെ, അങ്ങനൊരു തൊണ്ട പോലാണ് മനുഷ്യരുടെ തൊണ്ട. അതിൽ നിന്ന് വരുന്ന എന്തുമായിരിക്കും? ദുർഗന്ധം വമിക്കുന്നതായിരിക്കും. അത്രയ്ക്ക് മലിനമായ സംസാരമുള്ളവർ എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് സങ്കീർത്തനങ്ങളിലെ ഒരു വാക്യമാണ്. ശവക്കുഴി പോലുള്ള തൊണ്ട, ചതിക്കുന്ന നാവ്, കള്ളം പറയുന്ന, പറ്റിക്കുന്ന, ഉപായം പണിയുന്ന, വ്യാജം കാണിക്കുന്ന, ചതിക്കുന്ന നാവ്. അപ്പൊ തൊണ്ട ശവക്കുഴി, നാവ് ചതിക്കുന്നത്, സർപ്പവിഷം അവരുടെ അതരങ്ങളുടെ കീഴേ ഉണ്ടോ, അല്ലെ, പുറത്തോട്ട് വരുന്നത് നമ്മളെ അപായപ്പെടുത്തുന്നതായിരിക്കും. ഇതാണ് സകല മനുഷ്യരുടെയും അതരങ്ങൾ. പിന്നെന്താണ്? ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്ന വായു, അതിശേപ വർഷം, അല്ലെ, ഇങ്ങനെ പൊഴിയുക വായിന്ന്, മറ്റുള്ളവരെ വെറുക്കുന്നതും ശപിക്കുന്നതും കയ്പ് നിറഞ്ഞതും, അല്ലെ, ഇതാണ് നമ്മുടെ പ്രകൃതം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്കിതൊന്നും ഇല്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും പ്രകൃതം ഇതാണ്, അല്ലെ. ഈ അവരുടെ എന്ന് പറയുമ്പോൾ ഏതോ അവരുടെ എന്നല്ല, സകല മനുഷ്യരും എന്ന് പറയുമ്പോൾ നിങ്ങളും പെടുവോ? നിങ്ങൾ മനുഷ്യനാണോ അതോ വേറെ വല്ലോ നായോ മറ്റേ പൂച്ചയോ വല്ലോ ആണോ? അല്ലല്ലോ. മനുഷ്യനാണോ? എങ്കിൽ നിങ്ങളെ കുറിച്ചുമായി പറഞ്ഞിരിക്കുന്നത്, എന്നെ കുറിച്ചായി പറഞ്ഞിരിക്കുന്നത്, എന്റെ പ്രകൃതമായി പറഞ്ഞിരിക്കുന്നത്. എന്റെ തൊണ്ട ശവക്കുഴി പോലെ, എന്റെ നാവ് ചതിക്കുന്ന നാവാണ്, സർപ്പവേഷമുണ്ട്. എപ്പോഴാ കടിച്ച് മറ്റവൻ മരിക്കാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല, അല്ലെ. കൊല്ലുന്ന നാവ്, നമുക്ക് അതരങ്ങളുള്ളവരാണ്. ശാപവും കയ്പും നിറഞ്ഞവ. ഇതാണ് സ്വമേധ ആദാമിൽ നിന്ന് വന്ന എല്ലാ മക്കളുടെയും സ്വഭാവം, ഭാവപ്രകൃതം, അല്ലെ. അപ്പൊ അങ്ങനെ 13ഉം 14ഉം നമ്മുടെ സംസാരത്തെ കുറിച്ചാണ്. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ പ്രവർത്തികൾ നോക്കിയേ. അവരുടെ കാല് രക്തം ചുരിയുവാൻ ബന്ധപ്പെടുന്നു. എങ്ങനെ അന്യനെ വകവരുത്താം? രക്തം ചൊരിയുക എന്ന് പറഞ്ഞാൽ അവിടെ കൊലപാതകം എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഏതൊക്കെ രീതിയിൽ മറ്റൊരു വ്യക്തിയെ ദോഷം പ്രവർത്തിക്കാം, വ്രണപ്പെടുത്താം, ദുഃഖിപ്പിക്കാം എന്ന് എന്താ പറയുക, വളരെ തീക്ഷ്ണതയോടെ ഓടുന്ന ഒരു കാല്, അല്ലെ. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, അല്ലെ. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ പ്രവൃത്തിയും കലുഷിതമാണ്, മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള മത്സര ബുദ്ധിയിലാണ്. എല്ലാ വ്യക്തികളെയും ശത്രുക്കളായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെ. ശത്രു മനോഭാവത്തോടെ, മത്സര ബുദ്ധിയോടെ, ഏവനെയും വെട്ടുക, തട്ടുക, എനിക്ക് ഉയർച്ച പ്രാപിക്കുക, അല്ലെ. ലോകം മുഴുവൻ ഇതല്ലേ നമ്മൾ കാണുന്നത്. ഒരു സ്നേഹവുമില്ലാത്തവർ. ഇനി അവസാനം നമ്മുടെ മനോഭാവം, നമ്മുടെ ഹൃദയത്തിന്റെ കേന്ദ്രം എങ്ങനെ ഇരിക്കുന്നു? അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. കണ്ണിന് ഒരു ദൈവഭയവുമില്ല. അത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കൺമോഹം എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. എന്തും നേടിയെടുക്കുക, സഹോദരനും അയൽക്കാരനും ഉള്ളത് മോഹിക്കുക, അല്ലെ. ലൈംഗിക പാപങ്ങളുടെ വിഷയത്തിൽ ചിന്തിക്കാം. പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്നതാണ്, അബ്രഹാം സാറായും കൊണ്ട് ഫിലിസ്തീനരുടെ ഇടയിൽ പോകുമ്പോൾ ഇവർക്കിടയിൽ ദൈവഭയമില്ലാത്തത് കൊണ്ട് നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. അവിടെ ദൈവഭയം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന, പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യമാണ്. അവിടുത്തെ വിഷയം എന്താണ്? ലൈംഗിക പാപം. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിയ ലൈംഗിക പാപമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതവനും ഒരു മൊബൈലും എടുത്ത് ലൈംഗിക പാപത്തിലാണ്. എന്താണത് കാണിക്കുന്നത്?
അവരുടെ കണ്ണിന് ദൈവ ഭയമില്ല എന്നാ തെളിയിക്കുന്നത്. അത് ഒരു ചെറിയ അതിന്റെ ഒരു ഉദാഹരണം മാത്രം. പല രീതിയിൽ നമുക്കിത് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അക്ഷരീകമായ നേത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ ദർശനം, നമ്മുടെ മുന്നിൽ ദൈവമില്ല, ദൈവ ഭയമില്ല. അത് അവരുടെ ഒരു മനോഭാവത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ കണ്ടോ, ഇത്രയും വാക്യങ്ങളിലൂടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 14 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 14 കുറ്റങ്ങൾ. ആരും നീതിമാനല്ല, ആരും ഗ്രഹിക്കുന്നില്ല, ആരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ആരും ഒരു നന്മയും പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന, എല്ലാവരും വഴിതെറ്റി, ഇങ്ങനെ ഓരോന്നിടത്തും നിങ്ങൾ എഴുതി വെച്ചാൽ 14 കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് സകല മനുഷ്യരും പാപികളാണെന്ന് പറയുമ്പോൾ വചനം ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, പാപം ഞാൻ പറഞ്ഞു കുറെ പ്രവൃത്തികൾ മാത്രമല്ല, നമ്മുടെ മനോഭാവമുണ്ട്, നമ്മുടെ പ്രകൃതമുണ്ട്, നമ്മുടെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ പാപം കുറെ പ്രവൃത്തികളിൽ മാത്രം വെളിപ്പെട്ട് വരുന്ന, വല്ലപ്പോഴും ഒക്കെ പുറത്തു വരുന്ന ഒരു സാധനമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ അതൊരു പ്രകൃതമാണെന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യന്റെ ബുദ്ധിയെയും വികാരങ്ങളെയും ഇച്ഛാശക്തിയെയും, അതായത് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ എല്ലാ വശങ്ങളെയും ബാധിച്ചിരിക്കുന്ന രോഗം പോലെയാണ്. അതിനാൽ തന്നെ ഒരു വിശുദ്ധ ദൈവത്തിന് മുന്നിൽ പ്രശംസിപ്പാൻ തക്കവണ്ണം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ പ്രകൃതം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് പ്രവൃത്തികളാൽ ഒന്നും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പരിപൂർണ നീതി നമുക്ക് കാഴ്ചവെക്കാൻ കഴിയാത്തത്. മനുഷ്യരുടെ പ്രകൃതം അങ്ങനെയാണ്. ഇനി 19-ാം വാക്യത്തിലേക്ക് വരിക. അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, ഏതു വായും അടഞ്ഞ സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ഇതാണ് അവസാനം പറഞ്ഞു നിർത്തും. ഇങ്ങനെ മനുഷ്യൻ പാപിയായതുകൊണ്ട് ആർക്കും ഒരു ഒഴിവ് കഴിവും പറയാനില്ല. നിങ്ങൾ തിരുവെഴുത്തുകൾ കിട്ടാത്ത യഹൂദനല്ലാത്തവരാണേലും നിങ്ങൾ സൃഷ്ടിയുടെ വെളിച്ചത്തെ ഗവനിച്ചില്ല, ആ പരിജ്ഞാനത്തെ ആരാധനയാക്കി മാറ്റിയില്ല. നിങ്ങൾ സ്വയനീതിക്കാരനാണ്, നിങ്ങളുടെ മനസാക്ഷിക്കൊത്തോണം ജീവിച്ചിട്ടില്ല. നിങ്ങൾ ന്യായപ്രമാണം തിരുവെഴുത്തുകളാക്കിയിട്ട് യഹൂദനാണേലും നിങ്ങൾക്കൊരു പ്രതിവാദം പറയാനില്ല. അങ്ങനെ എല്ലാ വായും പൂട്ടി ദൈവസന്നിധിയിൽ മൗനം സമ്മതം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് പറയണം? ഞങ്ങളെല്ലാം പാവികളാണ് കർത്താവ്, ഞങ്ങളുടെ ഇടയിൽ ആരും നീതിമാനില്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം പൗലോസ് പ്രസംഗിച്ചത്. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ തിരുവെഴുത്തുകളുള്ള യഹൂദനാകട്ടെ, ഇനി ഹൃദയത്തിൽ എഴുതപ്പെട്ട ന്യായപ്രമാണമുള്ള ജാതീയനാകട്ടെ, ഏത് രീതിയിലാകട്ടെ, ദൈവത്തിന്റെ നിയമം നമ്മൾ അറിഞ്ഞത്, പക്ഷെ ആ വെളിപ്പാടിനോട് നീതി പുലർത്തി നമ്മളാരും ജീവിക്കുന്നില്ല. നമുക്കെല്ലാം ഈ കുറ്റബോധം ബാധകമാണ്. അല്ല, യഹൂദന് മാത്രമല്ല, സങ്കീർത്തനങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് യഹൂദന് മാത്രമല്ല, ഇത് സകലർക്കും ഒരുപോലെ കുറ്റബോധമുണ്ട്. നമ്മൾ ആരും നീതി പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ പ്രകൃതം വീണുപോയ പ്രകൃതമാണ്. നമ്മുടെ വായും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ മനോഭാവവും എല്ലാം ദൈവഭയമില്ല എന്ന് സൂചിപ്പിക്കുന്നതുകൊണ്ട് സകല മനുഷ്യർക്കും ഈ കുറ്റബോധം നമ്മുടെ മേലുണ്ട്. രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യർക്കും ഈ കുറ്റബോധം അവരുടെ മേലിലുണ്ട്. എന്താണ്? ഏതുവായും അടഞ്ഞ സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷാവിധിക്ക് യോഗ്യമാണ്. ഞങ്ങൾ അർഹരാണ് കർത്താവ് നിന്റെ ദൈവക്രോധത്തിന് എന്ന് ഏറ്റുപറയേണ്ടി വരും, അല്ലെ? കാരണം എന്താണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം എത്രയേ വരുന്നത്. ഏത് രീതിയിൽ വെളിപ്പാട് വരട്ടെ, സൃഷ്ടിയിലൂടെ ആകട്ടെ, ഹൃദയത്തിൽ എഴുതപ്പെട്ട ന്യായപ്രമാണം മനസാക്ഷി ഓർമ്മപ്പെടുത്തുന്നതാകട്ടെ, തിരുവെഴുത്തായിട്ട് കയ്യിൽ കിട്ടിയ യഹൂദനാകട്ടെ, ഈ കേട്ട വചനം അനുസരിച്ച് പ്രവൃത്തിയാൽ നമുക്ക് നീതിമാനാകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ന്യായപ്രമാണം ഏതു രീതി വന്നാലും ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രമാണം എന്താ ചെയ്യുന്നത്? കുറ്റബോധം ഉളവാക്കത്തേ ഉള്ളൂ. രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇനി എന്ത് വായിച്ചാലും, റോമാലേഖനം എടുത്ത് വായിച്ചാലും, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ ലേഖന പഠനവും വായനയും എന്തായിത്തീരും? നിങ്ങളുടെ കുറ്റബോധത്തിന് കാരണമാവും. അത്രയേ ഉള്ളൂ, അല്ലെ? നീ റോമാലേഖനം വായിച്ചിട്ടും രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള കുറ്റം നിന്റെ തലയിൽ എഴുതി വെക്കും. അതാണ് രക്ഷിക്കപ്പെടാത്തവർ എന്തെങ്കിലുമൊക്കെ വചനം വായിച്ചിട്ട് ഞാനങ്ങ് പ്രവർത്തിച്ച് രക്ഷിക്കപ്പെടാമെന്ന് ചിന്തിക്കുന്നത് മൂഢത്തരമാണെന്ന് നമ്മൾ പറയുന്നത്. രക്ഷിക്കപ്പെടാൻ പ്രവൃത്തികളാൽ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ പ്രകൃതം അങ്ങനെ പ്രവർത്തിച്ച് നീതി നേടുവാൻ സാധിക്കുന്ന ഒരു പ്രകൃതമല്ല. അതുകൊണ്ടാണ് സകല മനുഷ്യരും സുവിശേഷത്തിൽ വിശ്വസിച്ച് സൗജന്യമായിട്ട്, കടമായിട്ട് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതി പ്രാപിച്ചാലേ നീതീകരണം പ്രാപിക്കുകയുള്ളൂ, നീതിമാൻ എന്നുള്ള പദവി ലഭിക്കുകയുള്ളൂ. നമ്മുടെ മേലെഴുത്തു മാറി, നീ കുറ്റബോധമുള്ള പാപി എന്നുള്ള മേലെഴുത്തു മാറി നീ രക്ഷിക്കപ്പെട്ട നീതിമാൻ
എന്നൊരു മേലെഴുത്ത് ലഭിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദാനമായിട്ട് കടമായിട്ട് തരുന്ന ഒരു പരിപൂർണ നീതിയുണ്ട്. അത് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന ഒരു നീതിയാണ്. അത് പ്രാപിച്ചേ മതിയാകുള്ളൂ. അതിന്റെ ആവശ്യകത ആർക്കുണ്ട്? സകല മനുഷ്യർക്കുണ്ട്. കാരണം സകല മനുഷ്യരും പാപത്തിന്റെ കീഴിലാണ്. ആരും നീതിമാനല്ല. സകലരും വരുവാനിരിക്കുന്ന അന്തിമ ന്യായവിധി ദിവസത്തിൽ ദൈവക്രോധം പ്രാപിക്കുവാൻ അർഹതയുള്ളവരാണ്. അതുകൊണ്ട് സകലരും ഈ സുവിശേഷം വിശ്വസിച്ച് യേശുക്രിസ്തുവിലൂടെ നീതീകരണം പ്രാപിച്ച് രക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗം അവസാനിക്കുന്നത്. വളരെ വേഗത്തിൽ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചത് കൊണ്ട് തന്നെ ഉപദേശങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. നമ്മൾ കണ്ട 3 കാതലായ ഉപദേശ സത്യങ്ങൾ ഇന്നത്തെ ഈ വേദഭാഗത്തിൽ നിന്നുള്ളത്. ഒന്നാമതായിട്ട്, എല്ലാ മനുഷ്യരും പാപികളാണെന്ന സാർവത്രിക ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം ഒരു മനുഷ്യനെയും ഒഴിവാക്കുന്നില്ല. അതായിരുന്നു നമ്മൾ ആദ്യം കണ്ട യഹൂദന്റെ ചോദ്യങ്ങളുടെ ഉദ്ദേശം. എന്തെങ്കിലുമൊക്കെ കുറെ ഉടായിപ്പ് ചോദ്യങ്ങൾ ചോദിച്ച് തെളിയിക്കുകയാണ്. യഹൂദന്റെ കാര്യത്തിൽ, എന്റെ കാര്യത്തിൽ ദൈവം വിധിക്കാനൊന്നും പോകുന്നില്ല. ദൈവം എന്റെ പാപം ദൈവത്തിന്റെ നാമമഹത്വത്തിനായതുകൊണ്ട് എന്നെ അങ്ങ് വെറുതെ വിടും. എന്നെ വെറുതെ വിടുമെന്ന് ഒരു മനുഷ്യനും ചിന്തിക്കരുത്. ഒരു മനുഷ്യനെയും വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വരുവാനിരിക്കുന്ന അന്തിമ ന്യായ ദിവസത്തിൽ നിന്ന് തെറ്റി ഒഴിയുകയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് മൂഢത്തരമാണ്. കാരണം വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം ഒരു മനുഷ്യനെയും ഒഴിവാക്കുന്നില്ല. പിന്നെ ഒഴിവാക്കുന്നുണ്ട് രക്ഷിക്കപ്പെടുന്നവരെ, അത് അടുത്ത ആഴ്ച കാണാം. പക്ഷെ രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യത്തിലാണെങ്കിൽ ഒരു മനുഷ്യനെയും ഒഴിവാക്കുന്നില്ല. അത് യഹൂദനായാലും ജാതിയനായാലും ഒരു വ്യത്യാസവുമില്ല. രണ്ടാമത്, നമ്മൾ എന്താണ് പാപം എന്ന് പലർക്കും പാപബോധമില്ല. എന്തെങ്കിലും ഞാൻ അവിടെ കള്ളം പറഞ്ഞു, ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്തു, അത് വളരെ ലഘുവായ പാപബോധം. ചില പ്രവൃത്തികളെ ചുറ്റിപ്പറ്റിയുള്ള ചില ഗദ്ഗതം, അത് ചിലപ്പോൾ ശരിയായ പാപബോധം ആവണമെന്ന് പോലും ഇല്ല. ഞാനെന്ന് പറയുന്ന വലിയ മനുഷ്യൻ അവിടെ വെച്ചൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി, അത് സ്വയകേന്ദ്രീകൃതമായ ഒരു വ്യസനമാകാം. അത് ദൈവകേന്ദ്രീകൃതമായ മാനസാന്തരമാകണമെന്നൊന്നുമില്ല. അതിനെയൊക്കെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇനി വരുന്ന ആഴ്ചകളിൽ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറയാം. പക്ഷേ ശരിക്കും ഞാൻ പാപിയാണെന്ന് പറയുമ്പോൾ ചില പ്രവർത്തികളിൽ ഒതുക്കി കൂട്ടരുത് നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ നിർവചനം. ഞാൻ അവിടെ 3 പ്രാവശ്യം ഇവിടെ ഒരു പാപം ചെയ്തു, പിന്നെ 4 പ്രാവശ്യം, പിന്നെ അല്ലെങ്കിൽ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മൂഢത്തരമാണ്. പാപം കയ്യിലെണ്ണാവുന്ന കുറച്ച് ചില്ലറ ദുഷ്പ്രവർത്തികളിൽ ഒതുക്കി കൂട്ടരുത്. പിന്നെന്താണ് ഇന്നത്തെ നമ്മുടെ വേദഭാഗത്തിൽ നമ്മൾ പഠിച്ചത് കാര്യം എന്താണ്? പാപം എന്ന് പറയുന്നത് ഒരു നന്മയും ചെയ്യുവാൻ നമ്മെ കഴിവില്ലാത്തവരാക്കുന്ന ദുഷിച്ച പ്രകൃതമാണ്. ഒരു രോഗം പോലെയാണ്. നമ്മുടെ പ്രകൃതത്തെ മലിനീകരിക്കുന്ന ഒരു ദുഷിച്ച ഒരു ശക്തിയാണ്, നമ്മുടെ സ്വമേധാവുള്ള പ്രകൃതമാണ് പാപം. അപ്പൊ അവിടെ ദുഷ്പ്രവൃത്തി പ്രവർത്തിച്ചോ ഇല്ലേ എന്നുള്ളതൊന്നും അല്ല വിഷയം, അല്ലേ? എന്റെ വായിക്കൂടെ വാക്കുകൾ വന്നോ ഉള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യം. എന്റെ തൊണ്ട ശവക്കുഴി തന്നെ, എന്റെ അതിരത്തിനകത്ത് വിഷം ഇരിപ്പുണ്ട്. പാമ്പ് കടിച്ചോ ഇല്ലേ എന്നൊക്കെ ഉള്ള രണ്ടാമത്തെ ചോദ്യം. പാമ്പ് പാമ്പാണോ? പാമ്പ് തന്നെ. പാമ്പ് കടിച്ചില്ലെങ്കിൽ പാമ്പ് മുയലാവത്തില്ല എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പ്രകൃതം, ആ പ്രകൃതം എത്ര ദുഷിച്ചതാണെന്ന് മനസ്സിലാക്കിയാലേ നമ്മൾ അത്രയും വേഗത്തിൽ യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളിലേക്ക് ഓടിപ്പോകത്തുള്ളൂ. പലരും ഓടിപ്പോകാത്തതിന്റെ കാര്യം അവരുടെ വിചാരം ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ അത്ര വലിയ പാപിയൊന്നുമല്ല. ഈ ബോധം വന്നിട്ടില്ല. ശരിക്കുള്ള പാപത്തെക്കുറിച്ചുള്ള ശരിയായ ചിത്രം വരണം. വെറും കുറെ ദുഷ്പ്രവർത്തികൾ മാത്രമല്ല പാപം. പാപത്തിൻ കീഴിലാണ് യഹൂദനായാലും യവനനായാലും. എന്താണ് പാപത്തിൻ കീഴിൽ? നമ്മളൊരു അധീനതയുടെ കീഴിലാണ്. ഒരു പ്രകൃതത്തിന്റെ അടിമത്വത്തിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായിട്ടും നമ്മൾ ഒരു ദുഷിച്ച പ്രകൃതത്തിന്റെ കീഴിലാണ്. മൂന്നാമതായിട്ട്, ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് വചനം പഠിപ്പിച്ചു തരുമ്പോൾ, അത് ന്യായപ്രമാണം എന്ന് പറയുന്ന മോശയുടെ ന്യായപ്രമാണം മാത്രമല്ല, വചനത്തിൽ നിന്ന് എന്തു പഠിച്ചാലും അതിന്റെ കൽപ്പനകൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ കൽപ്പന അങ്ങ് പാലിച്ചാൽ ഞാൻ അങ്ങ് രക്ഷിക്കപ്പെടും അല്ല, അത് പ്രവൃത്തിയാലുള്ള സുവിശേഷം. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ നീതീകരണമോ നമ്മുടെ വിശുദ്ധീകരണമോ അല്ല, മറിച്ച് നമ്മിൽ പാപബോധം ഉളവാക്കുക എന്നാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് അനുസരണത്തെക്കുറിച്ചൊക്കെ പറയാം. നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ വചനം നിങ്ങളുടെ അടുക്കൽ വരുന്നത് ഒരേ ഒരു ഉദ്ദേശത്തോടെയാണ്, പാപബോധം ഉളവാക്കി തന്ന് നിങ്ങൾ ഒന്നാം പടിയായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക. അത് കഴിഞ്ഞുള്ള അനുസരണ ജീവിതമൊക്കെ. അതിനാൽ തന്നെ നമ്മുടെ മാനുഷിക അനുസരണത്താലുള്ള പ്രവൃത്തികളിലൂടെ എനിക്ക് ദൈവപ്രീതി നേടുവാൻ കഴിയുമെന്നുള്ള ആ വിശ്വാസം, ആ പ്രത്യാശ വ്യർത്ഥമാണ്. അതായത് ക്രിസ്തീയ മതം വ്യർത്ഥമാണ്, അത് വ്യാജമാണ്. ചുമ്മാ പള്ളിയിൽ പോവുക, കുറെ വചനം കേൾക്കുക, എന്നിട്ട് ഞാനതെല്ലാം എന്റെ ജീവിതത്തിൽ പാലിക്കാൻ നോക്കുക. നീ രക്ഷിക്കപ്പെട്ടോ? നീ വീണ്ടും ജനിച്ചോ? വിശ്വസിച്ചോ യേശുക്രിസ്തു? നീതീകരണം പ്രാപിച്ചോ? ഇല്ല. പിന്നെന്തോന്ന് യേശുക്രിസ്തുവിന്റെ വചനം അനുസരിക്കുന്നു? അത് വ്യാജമാണ്, അത് വ്യർത്ഥമാണ്. നീതീകരണം പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ എത്രേ. അത് പ്രാപിക്കണം. അതാണ് ഒന്നാമത്തെ പടി.
വളരെ വേഗത്തിൽ പ്രായോഗിക വിലയിരുത്തൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ ഈ കണ്ടത് ഒന്ന് മൊത്തത്തിൽ ധ്യാനിക്കുമ്പോൾ സുവിശേഷത്തെക്കുറിച്ചുള്ള പടിപടിയായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പഠനമുള്ള റോമാലേഖനം ആരംഭിച്ചതിന്റെ ആ ഘടന ഒന്ന് ശ്രദ്ധിച്ച് 3 അധ്യായങ്ങളായിട്ട് പൗലോസ് എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ പാപികളാണ്, അല്ലെ? അപ്പോ നിങ്ങൾ സുവിശേഷം വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ദൈവം വെറുതെ വിടുമെന്നോ ലോകത്തെ ന്യായം വിധിക്കില്ലെന്നോ നമ്മുടെ പാപങ്ങൾക്ക് പ്രതികാരം ചെയ്യില്ലെന്നോ ഒക്കെയുള്ള വ്യർത്ഥമായ പ്രതീക്ഷ നിമിത്തം വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയെ ഭയപ്പെടാതെ ഇരിക്കരുത്. പലർക്കും ഒരു ഭയവും ഇല്ല. ഒരു നാൾ ഞാൻ ദൈവസന്നിധി പോയി കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു ഭയവും മനുഷ്യർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് തോന്നിവാസത്തിൽ അവർ ജീവിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിക്കാത്തത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒരു ശിക്ഷാവിധിയുണ്ട്. അന്ന് ഒരു ഒഴിവ് കഴിവുമില്ല. അന്ന് ആരെയും ഒഴിവാക്കത്തില്ല. അതിൽ നിന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. യേശുക്രിസ്തുവിലൂടെ സൗജന്യ രക്ഷ പ്രാപിക്കണം, നീതീകരണം പ്രാപിക്കണം. രണ്ടാമത്, നിങ്ങളൊരു പാപിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പാപത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അതിന്റെ വ്യാപ്തി, വചനപരമായുള്ള വ്യാപ്തിയൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങളൊരു പാപിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഒരു നന്മയും പ്രവർത്തിക്കുവാൻ കഴിയാത്ത, അനീതി നിറഞ്ഞ, ദൈവഭയമില്ലാത്ത, വഴിതെറ്റിപ്പോയ, കൊള്ളരുതാത്തവനായ, ദൈവത്തിന്റെ ശിക്ഷാവിധി അർഹിക്കുന്ന ഒരു പാപിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒരു പാപിയാണെന്നൊക്കെ ചുമ്മാ പറയാം. എന്താ അതിന്റെ അർത്ഥം? ഒരു നന്മയും പ്രവർത്തിക്കുവാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഞാൻ അനീതി നിറഞ്ഞ ഒരു പ്രകൃതമുള്ളവനാണ്. എനിക്കൊരു ദൈവഭയവുമില്ല. ഞാൻ വഴിതെറ്റിപ്പോയവനാണ്. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ഞാൻ കൊള്ളരുതാത്തവൻ, ദൈവത്തിനൊരു പ്രയോജനവുമില്ലാത്തവനാണ്. വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷാവിധി അർഹിക്കുന്ന വ്യക്തിയാണ് എന്നൊരു തുറന്ന സമ്മതം നടത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലേ നിങ്ങളൊരു പാപിയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അവസാനമായിട്ട്, സുവിശേഷം സ്വീകരിക്കുന്നതിനായി നിങ്ങൾ തയ്യാറാണോ? എന്താ അവിടെ നമ്മൾ ഹൃദയംഗമായി ദൈവസന്നിധിയിൽ സമ്മതിക്കേണ്ട ഒരു വിഷയം? നിങ്ങളുടെ പാപബോധം നിമിത്തം താഴ്മയോടെ അന്തിമ ശിക്ഷാവിധിയുടെ മുൻപാകെ എല്ലാ മാനുഷിക ഒഴിവുകഴിവുകളും നിശബ്ദമാക്കി ന്യായപ്രമാണം അനുസരിക്കുവാൻ കഴിവില്ലെന്നും രക്ഷിക്കപ്പെടണമെങ്കിൽ സ്വന്തം യോഗ്യതയല്ലാതെ ബാഹ്യമായ ഒരു രക്ഷകൻ വേണമെന്നും ദൈവം മുൻപാകെ ഏറ്റുപറയാൻ തയ്യാറാണോ? അങ്ങനെയുള്ള വ്യക്തികളാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നത്. ഞാനൊരു പാപിയാണെന്ന് തുറന്നു സമ്മതിക്കുന്നു. എൻ്റെ പാപപ്രകൃതം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഒരു നീതിയും പ്രവർത്തിക്കുവാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഞാൻ കൊള്ളരുതാത്തവനായി തീർന്നിരിക്കുക. എല്ലാ ഒഴിവുകഴിവുകളും എല്ലാ പ്രതിവാദങ്ങളും ഞാൻ മാറ്റിവെച്ച് ഞാൻ എല്ലാ വായും അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ വായടയ്ക്കുക. ഞാൻ യോഗ്യനാണ്, അർഹതയുള്ളവനാണ്. ഞാൻ തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല കർത്താവിനോട്. നീ പാപിയാന്ന് പറഞ്ഞാൽ ആമേൻ പറയൂ, അത്രയോ. മാത്രമല്ല, എനിക്ക് അനുസരിച്ചൊന്നും സ്വമേധ ഒരു രക്ഷയും ഉളവാക്കിയെടുക്കാൻ കഴിയില്ല. ബാഹ്യമായ ഒരുവൻ വന്ന് എന്നെ രക്ഷിക്കണം, അല്ല സ്വമേധ പ്രവർത്തിച്ചൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഒരു തുറന്ന സമ്മതം നടത്തുവാൻ നിങ്ങളേവരെയും ദൈവം ഈ വചനത്തിലൂടെ പാപബോധം ഉളവാക്കി ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവർ പ്രത്യേകിച്ച് ഈ വചനത്തിലൂടെ രക്ഷിക്കപ്പെടുവാൻ ഇടയാകട്ടെ. രക്ഷിക്കപ്പെട്ടവരും ഇതാണ് നിങ്ങളുടെ രക്ഷയെന്ന് മനസ്സിലാക്കുക. ഇന്ന് പല രീതിയിലുള്ള രക്ഷയുണ്ട്. വയറുവേദന മാറിയതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പുറകെ വന്നവരൊക്കെ ഉണ്ട്. അതൊന്നുമല്ല ശരിയായ സുവിശേഷം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വലിയ സംശയമാണ്. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന സുവിശേഷം ഇതുതന്നെയാണോ? റോമറിൽ പൗലോസ് പഠിപ്പിക്കുന്ന സുവിശേഷം തന്നെയാണോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ശോധന ചെയ്യുക. ഇപ്രാവശ്യത്തെ മനപ്പാഠവാക്യം റോമറിന്റെ 3:20 അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് പ്രവൃത്തികളാലല്ല സുവിശേഷം. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. നമുക്ക് ഒരു നിമിഷം ഈ കേട്ട വചനത്തിന്റെ മുൻപാകെ തലകളെ വണക്കി കണ്ണുകൾ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രതികരിക്കാം.